നേപ്പാളിൽ ജൻസി കലാപത്തിന് പിന്നാലെ സമൂഹ മാധ്യമ വിലക്ക് നീക്കി സർക്കാർ. കനത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ യുവജന പ്രതിഷേധത്തിൽ 20 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. വിവരങ്ങളുമായി നമ്മോടൊപ്പം ആതിര സരസ്വതി ചേരുന്നുണ്ട്. ആതിര, ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ വിലക്ക് നീക്കിയിരിക്കുകയാണ്. പക്ഷേ 20 പേരുടെ ജീവൻ പൊലിയേണ്ടി വന്നു ഇത്തരത്തിലൊരു വിലക്ക് നീക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും അഞ്ജലി, ഇന്നലെ ഉണ്ടായ പ്രക്ഷോഭത്തിൽ 20 പേരാണ് നേപ്പാളിൽ ജീവൻ നഷ്ടമായത്. അതുപോലെ തന്നെ 400-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കടുത്ത പ്രക്ഷോഭമായിരുന്നു ഇന്നലെ നേപ്പാൾ സാക്ഷിയായത്. യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സാമൂഹ്യ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു. നിലവിൽ അർദ്ധരാത്രിയോടെ ഈ പ്രക്ഷോഭം കനത്തതോടെ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അർദ്ധരാത്രിയോടെ പ്രക്ഷോഭം സാമൂഹ്യ മാധ്യമത്തിന് കൊടുത്ത വിലക്ക് നീക്കുകയായിരുന്നു. എന്തായാലും ഈ യുവജനങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രമേശ് ലേഖ രാജിവെക്കേണ്ട ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വിലക്ക് നീക്കിയിട്ടുണ്ട്. IT മന്ത്രാലയത്തിന് കീഴിൽ ഇത്തരം ആപ്പുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പാലിക്കാതെ വന്നതോടുകൂടിയായിരുന്നു ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ടിക്ടോക്ക് പോലെയുള്ള മാധ്യമങ്ങൾക്ക് എന്നാൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമില്ലായിരുന്നു. ഈ മാധ്യമങ്ങൾ വഴിയാണ് ജൻസി എന്ന് വിളിക്കപ്പെടുന്ന യുവതലമുറ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഇത്തരം പ്രതിഷേധത്തിനൊരു ആൾക്കൂട്ടം ഉണ്ടാക്കിയത് ഇത്തരം ആപ്പുകൾ വഴിയുമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഒരു സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഈ പ്രക്ഷോഭത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. 15 ദിവസത്തിനുള്ളിൽ ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഞ്ജലി, അതിനായി ഇത്തരത്തിൽ ഈ വിലക്ക് നീക്കിയതോടുകൂടി ഇനിയൊരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾക്കൊരു ശമനം വന്നിരിക്കുകയാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ വിലക്ക് നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. എങ്കിലും ഒരു നേപ്പാളിലുള്ളത് ഒരു സഖ്യകക്ഷി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇനി എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ നേപ്പാളിലില്ല. അഞ്ജലി, ഈ കലാപം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിക്കുന്നുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സർക്കാർ ഒരു സമിതിയെ ഇന്നലെ മന്ത്രിസഭാ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സമിതി രൂപീകരിച്ച ശേഷം പുതിയൊരു സമിതി രൂപീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിലവിൽ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അഞ്ജലി, ശരി. നേപ്പാളിൽ ജൻസി കലാപത്തിന് പിന്നാലെ സമൂഹ മാധ്യമ വിലക്ക് നീക്കി സർക്കാർ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ആതിര സരസ്വത.